നിതിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നിളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത്, 3-4 ബീൻസ് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇവ കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം വഴൻ്റെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റവ വറുക്കാറില്ല, വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരുമിച്ചിട്ടാണ് റവ വറുക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യമേ തന്നെ റവ സെപ്പറേറ്റ് വറുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. റവ നല്ലതുപോലെ വറുത്ത് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 2 കപ്പ് റവയ്ക്ക് ഞാനിവിടെ 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും. അപ്പോൾ 2 കപ്പ് റവയ്ക്ക് 2.25 കപ്പ് വെള്ളം മതിയാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ റവയെല്ലാം വെന്ത് സോഫ്റ്റായി നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഉപ്പുമാവ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.